ഓക്കെ, താങ്ക് യു. അസിയോട്രോപ്സ് എന്ന് പറഞ്ഞ ഒരു ബൈനറി സൊല്യൂഷൻ ഹാവിംഗ് സെയിം കമ്പോസിഷൻ ഓൺ ലിക്വിഡ് ഫേസും വേപ്പർ ഫേസും. ആലോചിക്കട്ടെ, ഒരാൾക്ക് അയാളുടെ ലിക്വിഡ് ഫേസിലും അയാൾ വേപ്പർ ആയിട്ട് മാറുമ്പോഴും ഒരേ കമ്പോസിഷൻ ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ലിക്വിഡിൽ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു, വേപ്പർ ആകുമ്പോഴും അവർ എന്താ ചെയ്യുന്നേ? അതേ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വിളിക്കുന്ന പേരാ മക്കൾ എന്തെന്ന് പറയുന്നത്? അസിയോട്രോപ്പ്. ലിക്വിഡിൽ എങ്ങനെയാണോ അവർ ഇരിക്കുന്നത് അതേ ഫോമിൽ അവർ എവിടെ ഇരിക്കുന്നുണ്ട്? വേപ്പർ ഫേസിലും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കണ്ടീഷൻ, ഇവിടെ രണ്ടുപേരുടെയും ബോയിലിംഗ് പോയിന്റ് ഒന്നായിരിക്കണ്ടായോടെ. ലിക്വിഡിൽ നിന്ന് വേപ്പറോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരുപോലെ എന്ത് ചെയ്യണം? വേപ്പർ ആയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വേപ്പർ ഫേസില് ലിക്വിഡ് ഫേസിൽ ഇരിക്കുന്ന അതേ കമ്പോസിഷനിൽ ഇരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഒന്ന് സെയിം ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം. ഇവര് നമുക്ക് ഈവൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചും തരംതിരിക്കാൻ സാധിക്കൂടെ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്ലസ് 1 പഠിച്ചു. ഡിസ്റ്റിലേഷൻ പഠിച്ചായിരുന്നു. എന്താ സർ? ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ഉള്ള ആൾക്കാരെ എന്ത് ചെയ്യും? നമ്മള് ബോയിൽ ചെയ്യിക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾ ആദ്യം വേപ്പർ ആവുന്നു, പിന്നീട് ബോയിലിംഗ് പോയിന്റ് കൂടിയ ആൾ വേപ്പർ ആവുന്നു, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു, നമ്മൾ കൂൾ ഡൗൺ ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇവിടെ യൂസ് ചെയ്തേ സർ. ഈവൻ നിയർ ബൈ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഫ്രാക്ഷണൽ ട്യൂബ്സോ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ബീഡ്സോ ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യാം? അവരെ എനിക്ക് സെപ്പറേറ്റ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്നാ ഞാൻ പറഞ്ഞേ? ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേ കമ്പോസിഷൻ കാണിക്കുന്ന ആൾക്കാർ, അവരപ്പോ എന്തായിരിക്കണം? അവരുടെ ബോയിലിംഗ് പോയിന്റ് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ കാൺ ബി സെപ്പറേറ്റഡ് ഈവൻ ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്ലാസിഫൈ തരംതിരിക്കാൻ സാധിക്കാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാ മക്കൾ എന്തെന്ന് പറയുന്നത്? അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. എന്താണ് അസിയോട്രോപ്സ് എന്ന് മനസ്സിലാക്കി ശിക്ഷിച്ചോട്ടെ. എന്താ അസിയോട്രോപ്പ്? ബൈനറി മിക്സ്ചർ ഹാവിംഗ് same composition on the liquid phase and vapor phase, which having a common boiling point as well as they cannot be separated even by a fractional distillation are called azeotrope. Okay ano? Note ചെയ്തോണേ അസിയോട്രോപ്പിന്റെ ഡെഫിനിഷൻ. binary mixture having same composition on liquid phase and vapor phase, same composition on liquid phase and vapor phase, and having a common boiling point and having a common boiling point and cannot be separated even by fractional distillation. Such mixtures are called azeotrope. ശ്രദ്ധിക്കണം മക്കളെ, രണ്ട് തരത്തിലാണ് മക്കളെ അസിയോട്രോപ്പുകൾ. രണ്ട് തരത്തിലാണ് അസിയോട്രോപ്പ്. ഒന്നിനെ വിളിക്കുന്ന പേര് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നും മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. And the second type is maximum boiling azeotrope. എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നതിന് മുന്നേ മക്കൾ എന്റെ ചോദ്യം, എന്ത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേട്ടില്ല. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്ക് ഓണാക്കി ഓൺലൈനുകാർക്കും പറയാമേ, എന്താ ബോയിലിംഗ് പോയിന്റ്? കേട്ടില്ല. ലിക്വിഡ് ഫേസ്, സോളിഡ് ഫേസ്, ലിക്വിഡ് ഫേസ്, സോളിഡ് ഫേസോ? ലിക്വിഡും ഗ്യാസും കോയിൻസൈഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഏത് സ്റ്റേറ്റിൽ നിന്ന്? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുന്ന ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. 4ാം ക്ലാസ്സിലെ പിള്ളേർ പറയും.
+2 പഠിക്കുന്നവരോട് ചോദിക്കുകയാണ് എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കേട്ടില്ല? തെർമൽ ഇക്വിലിബ്രിയത്തില് ലിക്വിഡ് ഫേസും ഗ്യാസസ് ഇരിക്കുന്നതാണോ? അങ്ങനെയാണോ? അത് ആണിതെല്ലാം. നിങ്ങൾ പറഞ്ഞതെല്ലാം മനസ്സിലുള്ളൊരു +2 കുട്ടിയോടാണ് ചോദിക്കുന്നത് എന്താണ് ബോയിലിംഗ് പോയിന്റ്. ഞാൻ പറയാം ശ്രീകളെ, ഏത് ടെമ്പറേച്ചറിലാണോ ഒരാളുടെ വേപ്പർ ഫേസ് ഈ വേപ്പർ പ്രഷർ ഒരാളുടെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്നത്, ഇങ്ങനെ റിപ്പീറ്റിംഗ്, എന്താ പറഞ്ഞത്, ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു, കേട്ടിട്ടില്ലേ, വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ at that temperature is called boiling point. ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാ മക്കൾ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്. അതായത് തിളനില എന്ന് പറയുന്ന സാധനം, തിളനില, ബോയിലിംഗ് പോയിന്റ് എന്താ സംഭവം, ഏത് ടെമ്പറേച്ചറിലാണോ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അതിരിക്കുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്നത് അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബോയിലിംഗ് പോയിന്റ് എന്നാൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, രണ്ടായിട്ടാണ്. എന്തൊക്കെയാ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നും. നിങ്ങൾക്ക് ഞാനൊരു സിമ്പിൾ ക്ലൂ തരാം, നിങ്ങൾക്ക് അതനുസരിച്ച് ചിന്തിച്ചെനിക്ക് ആൻസർ തരാം. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒരാൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും ഒരാൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുമാണ്. എന്ത്, റൗൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരും. അത് എങ്ങനെ പറയാനായിട്ട് സാധിക്കും, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് റൗൾസ് ലോയിൽ നിന്ന് ഏത് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ കാണിക്കുന്ന മക്കളെ, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരോ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരോ ആലോചിച്ച്. റൗൾസ് ലോയിൽ നിന്ന് ഏത് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണോ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണോ ഒരു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് എന്റെ ചോദ്യം. കേട്ടില്ല? എടേ, ബോയിലിംഗ് പോയിന്റ് എന്താന്നാ പറഞ്ഞേ, വേപ്പർ പ്രഷർ എന്തായിരിക്കണം മക്കളെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവണം. മിനിമം ബോയിലിംഗ് എന്ന അർത്ഥം എന്തായിരിക്കണം, ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കണം. അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ നമുക്ക് മാറ്റാൻ പറ്റൂടെ, അതെപ്പോഴും 180 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യണം, എനിക്ക് വേപ്പറുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ വേപ്പറിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അവരെന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വൽ ആയിട്ട് മാറത്തില്ല. ഇവിടെ വേപ്പറിന്റെ എണ്ണം കൂടുന്നത് ഏത് ഐഡിയൽ സൊല്യൂഷനിലാ, നോൺ ഐഡിയൽ സൊല്യൂഷനിലാ. വേപ്പറിന്റെ എണ്ണം കൂടുന്നത് ഏത് നോൺ ഐഡിയൽ സൊല്യൂഷനിലാ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരിലൂടെ. അതുകൊണ്ടല്ലേ അവർ എന്ത് ചെയ്യുന്നത്, വേപ്പറുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവര്. അവരെ സംബന്ധിച്ചോളം എന്ത് ചെയ്യും, ഞാൻ ഉദ്ദേശിക്കുന്ന ബോയിലിംഗ് പോയിന്റിനേക്കാൾ മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷറിന് ഈക്വൽ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് ആരായിരിക്കും മക്കളെ കാണിക്കുന്നത്, പോസിറ്റീവ് ഡീവിയേഷൻ ഐഡിയൽ സൊല്യൂഷൻ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാര്, ഐഡിയൽ സൊല്യൂഷനിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ബൈനറി മിക്സേഴ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ അവരുടെ മിക്സേഴ്സ് ഫോം ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ബോയിലിംഗ് പോയിന്റ് കുറവാണ് അവിടെ. അപ്പൊ തിരിച്ച് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, ബോയിലിംഗ് പോയിന്റ് കൂടത്തില്ലേ മക്കളെ. ബോയിലിംഗ് പോയിന്റ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, ബോയിലിംഗ് പോയിന്റ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, ബോയിലിംഗ് പോയിന്റ് കൂടണം എന്ന് പറഞ്ഞാൽ വേപ്പറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കണം. വേപ്പറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാകുന്ന എവിടെ ആയിരിക്കും മക്കളെ, എ ബി ഇന്ററാക്ഷൻ കൂടിയ സ്ഥലത്ത്. എ ബി ഇന്ററാക്ഷൻ കൂടിയ സ്ഥലം ഏതായിരിക്കും, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ. അപ്പൊ എന്തായിരിക്കും, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നത് ആരായിരിക്കും, റൗൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ടും. റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലാണ് ഇതൊക്കെ കാണിക്കുക കേട്ടോ. എപ്പോഴും ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ എല്ലാവരും എല്ലാ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അസിയോട്രോപ്പ് എന്നല്ല ഞാൻ പറയുന്ന അർത്ഥം. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. അത് എല്ലാവരും ഒരു എക്സാമ്പിൾ ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ ഇങ്ങനെയുള്ളവർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാം, മിനിമം അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അസിയോട്രോപ്പ് ആണെങ്കിൽ വേറൊരു പ്രത്യേകത കൂടെ വേണമേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാരണം എന്താ, കാരണം ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേ കമ്പോസിഷനോട് കാണിക്കുന്നതായിരിക്കണം. നമ്മൾ പോസിറ്റീവ് ഡിവിഷൻ നെഗറ്റീവ് ഡിവിഷൻ കാണിക്കുന്നത് സൊല്യൂഷനകത്തെ കഥ മാത്രമേ പറയുന്നുള്ളൂ. ഇവർ അസിയോട്രോപ്പ് ആണെങ്കിൽ എന്താ കാണിക്കുന്നവര്, ലിക്വിഡ് ഫേസിൽ ഇരിക്കുന്ന അതേ ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും എന്ത് ചെയ്യണം, ഒരേ രീതിയിലാണ് ഇരിക്കാനായിട്ട്. അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റത്തുള്ളൂ, അസിയോട്രോപ്പുകൾ എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ നമുക്കൊരു മിനിമം പോലും അസിയോട്രോപ്പിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത് 95% ethanolic solution, 95% ethanolic solution നമുക്ക് എന്ത് വിളിക്കാം, ഒരു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. അറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഓഫ് 78.2 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുമായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, കാരണം അവര് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ്, അവർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണെന്ത് 78.2 എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചറിൽ അവർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് അവര് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഒട്ടി വെക്കുന്ന വിശ്വസിച്ചോട്ടെ. അതേപോലെ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരാളാണ് 68% നൈട്രിക് ആസിഡും 68% നൈട്രിക് ആസിഡും ബാക്കി എന്താ 32% വാട്ടറിന്റെയും കൂടെ ഒരു മിക്സർ ആയിരിക്കും. അതും ഒരു 393.5 കെൽവിൻ ടെമ്പറേച്ചറിൽ ഇവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എക്സാമ്പിൾ നിങ്ങൾ കാണാതെ ഓർത്തിരുന്നേ പറ്റും, അതിനകത്ത് കൺസെപ്റ്റുകൾ ഇല്ല. കൺസെപ്റ്റ് ഉള്ളത് ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഓൾറെഡി. കൺസെപ്റ്റ് ഉള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നു. അനിലിന്റെയും ഫിനോളിന്റെയും കഥ വന്നപ്പോ. അല്ലാത്ത എല്ലാ കേസിലും നമുക്ക് കൺസെപ്റ്റ് എടുത്ത് പോകാനായിട്ട് സാധിക്കത്തില്ല, ടൈം ലിമിറ്റേഷനും വെച്ച് നോക്കി ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല. സോ എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഓക്കെ. അപ്പൊ എന്താണ് അസിയോട്രോപ്പ് എന്നാ പറഞ്ഞത്, എന്താ അസിയോട്രോപ്പ് എന്നാ പറഞ്ഞത്, ബൈനറി സൊല്യൂഷൻ ഹാവിംഗ് സെയിം കമ്പോസിഷൻ ഓൺ ദി ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസസ് ആർ കാൾഡ് അസിയോട്രോപ്സ് എന്ന് പറഞ്ഞു. ടു ടൈപ്പ് ഓഫ് അസിയോട്രോപ്സ് എന്തൊക്കെയാണ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഉണ്ട്. റൗൾസ് റോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷനുകൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാന്നാ പറഞ്ഞത്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ടും. റൗൾസ് റോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാന്നാ പറഞ്ഞത്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത്, 95% ethanolic solution at a temperature of 78.2 ഡിഗ്രി സെൽഷ്യസ് എന്നും. എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എക്സാമ്പിൾ പഠിച്ചത് നമ്മള്, 68% നൈട്രിക് ആസിഡ് ആൻഡ് ബാലൻസ് വിത്ത് ദി വാട്ടർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 393.5 കെൽവിൻ എന്നുമാണ് നമ്മൾ ഓർത്തിരിക്കുക. മറക്കൂടെ, മറക്കത്തില്ലല്ലോ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി അസിയോട്രോപ്പ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചല്ലോ, സിമ്പിൾ ആയിട്ട് നോട്ട് ചെയ്ത് നോക്കാം. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആരാണോ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് റൗൾസ് റോയിൽ നിന്ന് അവർ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. പറഞ്ഞിരിക്കണം ബോയിലിംഗ് പോയിന്റ് എന്താണ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് തെറ്റാതെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പോവാനായിട്ട്. ക്ലിയർ, ക്ലിയർ ആണോ? അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ പോകട്ടെ, വളരെ വേഗത്തിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമല്ലോ. യെസ്, the next topic is called colligate. Okay, ഈ ചാപ്റ്ററിന്റെ സ്കോൾ, ഈ ചാപ്റ്ററിന്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ ഇനി പറയുന്ന ടോപ്പിക്കുകളിലോട്ടാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏരിയ, ഏറ്റവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏരിയ, രസകരമായി നമുക്ക് പഠിക്കാൻ പറ്റിയ ഏരിയ. മൂന്ന് രീതിയിൽ നോക്കിയാലും ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ കണ്ടന്റ് വരുന്ന ടോപ്പിക്കുകളാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ആരും ഇൻബിറ്റിൻ ഓൺലൈൻ ആയാലും ക്ലാസ്സിൽ ഇറങ്ങി പോകാൻ നിൽക്കാതിരിക്കുക. കാരണം ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് വേറെ ടോപ്പിക്കിലേക്ക് ആയിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും മക്കളെ ഫോളോ ചെയ്യാനായിട്ട്. സോ അതുകൊണ്ട് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് കേൾക്കുക, കേട്ട് പഠിച്ചു പോവുക. കാരണം ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് ഇത് തീർക്കാണ്. ലാസ്റ്റ് ടോപ്പിക് വലിയ ടോപ്പിക്കാണ്. മക്കളെ
എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്താണ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി properties that depends only upon the number of particles, number of solute particles. എടുത്തു പറഞ്ഞാൽ number of solute particles. The properties that depends only upon the number of solute particles are called colligative properties. The properties that depends only upon the number of the solute. ഇവർ വേറെ ഒന്നിനെയും ബന്ധിക്കുന്നില്ല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സൊല്യൂട്ടിന്റെ എണ്ണം ഏതാണെന്ന സൊല്യൂട്ട് ഏതുമായിക്കോട്ടെ, സൊല്യൂട്ടിന്റെ എണ്ണത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടികളെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആർ കാൾഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നോട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്ന നിങ്ങൾ definition. The colligative property, the properties that depends only upon the number of solute particles are called colligative property എന്ന് ഓർത്തിരിക്കുക. നമ്മളെല്ലാം പഠിക്കാൻ പോകുന്ന ഒരു ബൈനറി സൊല്യൂഷനുകളുടെ കഥയാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം. വാ, ഫുൾ അറ്റൻഷൻ ഇങ്ങോട്ട് തരണേ എല്ലാവരും. ഫുൾ അറ്റൻഷൻ ഇങ്ങോട്ടിരിക്കണേ. ഒന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാ മക്കളെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡെഫിനേഷനിലേക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ഇതിനൊപ്പം തന്നെ മൂവ് ചെയ്ത് പോകാം. ഞാനൊരു കൺസിഡർ ചെയ്യുകയാണ്. ഐ എം കൺസിഡറിങ് എ സോൾവെന്റ് എ ആൻഡ് എ സൊല്യൂട്ട് ബി ആൻഡ് സൊല്യൂട്ട് ഇസ് എ നോൺ വോളറ്റൈൽ. സൊല്യൂട്ട് എന്താ പറഞ്ഞ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. കൺസിഡർ ചില സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഇത് 1, 2 എന്നായിരിക്കും പറയുന്നത്. അവിടെ എയ്ക്കും ബിക്കും പകരം 1, 2 എന്നായിരിക്കും പറയുന്നത്. അന്നേരം കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. അപ്പൊ ഞാൻ 1, 2 ഇടാം. കൺസിഡർ എ സോൾവെന്റ് 1 ആൻഡ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. കുറെ ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ഉത്തരങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് ഈ തിയറി പഠിച്ചു തീർക്കാം. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ പൂരിപ്പിക്കുന്നു, നമ്മൾ ഈ തിയറി പഠിച്ചു തീർക്കുന്നു. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട്. ഞാനൊരു സോൾവെന്റ് എടുക്കുകയാണ്, പ്യുവർ ആയിട്ടുള്ള സോൾവെന്റ്. എന്റെ വണ്ണല്ലേ സോൾവെന്റ് എയും ബി, അതാണ് നല്ലത്, അതായിരിക്കും ബെറ്റർ. എയും ബി മതിയേ, എനിക്കതാ കൺവീനിയന്റ്, എനിക്ക് കൺവീനിയന്റ് ആകാം. എയും ബി എന്ന് പറയുന്ന ഒരു സോൾവെന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം മക്കളെ, ഇവാപൊറേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഒരു സർഫസ് ഫിനോമിനല്ലൂടെ. ഇവാപൊറേഷൻ എന്ന് പറയുന്നത് എവിടെ നടക്കുന്ന? സർഫസിൽ നിന്ന് മാത്രം നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അതായത് ഇവിടെ ഒരു സർഫസിൽ ഞാൻ ആദ്യം പ്യുവർ ആയിട്ടുള്ള സോൾവെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ആദ്യം എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? വോളറ്റൈൽ ആയിട്ടുള്ള എകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ സർഫസിലുള്ള എല്ലാ മോളിക്യൂൾസും എന്ത് ചെയ്യുന്നുണ്ട്? സർ, ഇവാപൊറേഷന് വിധേയമാവുകയും വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അവരെന്ത് ചെയ്യുകയും ചെയ്യും? സർഫസിൽ ഒരു വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യുകയും ചെയ്യും. എന്ന് പറയുന്ന ആള് മാത്രമല്ലേ ഉള്ളായിരുന്നു മക്കളെ. ആ സമയത്ത് അവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരെന്തുവാടെ? അതിനെ വിളിച്ച പേരെന്തുവാ? P0A എന്നല്ലേ ഇവിടെ. വേപ്പർ പ്രഷർ ഓഫ് എ പ്യുവർ കമ്പോണന്റ് എ. നമ്മൾ എന്താ പഠിച്ചേ? സർ, P0A എന്ന് പറയുന്ന ഒരു പ്രഷർ അവിടെ എക്സേർട്ട് ചെയ്തുകൊണ്ടിരുന്നു, അവർ കൊടുത്തോണ്ടിരുന്ന ആളാണ്. അവിടേക്കാണ് ഞാൻ കുറച്ച് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ബി എന്ന് പറയുന്ന നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടിനായിട്ടാണ്. നോൺ വോളറ്റൈൽ എന്താവത്തില്ല, വേപ്പറാ. അവരും എന്ത് ചെയ്യാം? സർഫസിൽ വന്നിരിക്കാം അല്ലെ. അവരുടെ കുറച്ച് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? സർഫസിൽ വന്നിരിക്കുന്നുണ്ട്. ഉണ്ടോ മക്കളെ? എന്തായിട്ട് മാറി? എയോടൊപ്പം ബിയോടെ വന്നപ്പോ എന്തായിട്ട് മാറി? നേരത്തെ പ്യുവർ സോൾവെന്റ് ആണെങ്കിൽ ഇപ്പൊ എന്തായിട്ടാ മാറിയത്? സൊല്യൂഷൻ ആയിട്ട് മാറി. എന്ന് പറയുന്ന പ്യുവർ സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അവർ എന്തായിട്ട് കൺവേർട്ട് ആയി? സൊല്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും അവിടെ രണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷറിനെ അഫക്ട് ചെയ്യാനുണ്ട്. ആരൊക്കെയാ? എയും ഉണ്ട്, ബിയും ഉണ്ട്. ചോദ്യം, ബിക്ക് എന്തെങ്കിലും അഫക്റ്റ് ഉണ്ടോ? ബി എന്താന്നാ പറഞ്ഞേ? ബി നോൺ വോളറ്റൈൽ ആണ്. ബി എന്ന സാധനം എന്താ? നോൺ വോളറ്റൈൽ.
പക്ഷെ അങ്ങനെയുള്ള ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ആള് വരുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? പ്രഷറിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. പുതിയൊരു പ്രഷർ ഇവിടെ ആലോചിക്കേ, അവിടെ നോക്കിയാൽ ഇവിടെ നോക്കിയേ, ഇവിടെ സർഫസില് കുറച്ച് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ആൾക്കാർ വന്നപ്പോ നേരത്തെ എല്ലാവരും സർഫസിലുള്ള എല്ലാവരും വേപ്പറാവുന്നവരാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്? സർഫസിലുള്ള കുറച്ച് ആൾക്കാർ എന്താവത്തില്ല, വേപ്പർ ആവത്തില്ല. വേപ്പർ പ്രഷർ കുറയൂ. വേപ്പർ ആവുന്ന എണ്ണം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും മക്കളെ? വേപ്പർ പ്രഷർ കുറയുകയും ഇവിടുത്തെ പ്രഷറിനെ വിളിക്കുന്ന പേരെന്തുമായിരിക്കും? ഇവിടെ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു ആരുടെ പ്രഷറിന് ഈക്വൽ ആ പി ടോട്ടൽ എന്ന് പറയുന്നത്? എയുടെ പ്രഷറിന് ഈക്വൽ ഇവിടെ. കാരണം ഇവിടെ എ മാത്രമേ എന്ത് ചെയ്യുന്നു മക്കളെ? പാർഷ്യൽ പ്രഷർ അഫക്ട് ചെയ്യുന്നുള്ളതാ. ബിക്ക് എന്തില്ല? പാർഷ്യൽ പ്രഷർ ഇല്ല, കാരണം ഒരു വോളറ്റൈൽ അല്ല. അപ്പൊ ഇവിടുത്തെ പുതിയ പ്രഷറിനെ വിളിച്ച പേര് എനിക്ക് എന്ത് വിളിക്കാം? പി എ എന്ന് വിളിച്ചോട്ടെ ഞാൻ. യെസ് ഓർ നോ? ഞാൻ എന്ത് വിളിച്ചു? പി എ എന്ന് വിളിച്ചു. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സോ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു മക്കളെ? ആദ്യം ഒരു പ്യുവർ സോൾവെന്റ് ആയ സമയത്ത് എത്ര ഉണ്ടായിരുന്നു? P0 A ആയിരുന്നത് ഒരു നോൺ വോളറ്റൈൽ സോൾവെന്റ് കുറഞ്ഞെന്തായിട്ട് മാറി? P ആയിട്ട് മാറി. അതായത് ഞാൻ ഇവിടെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ നീ കാണാം, ഡെൽറ്റ പി ചേഞ്ച് ഇൻ പ്രഷർ ഈസ് ഈക്വൽ ടു ഏതാ കൂടുതൽ മക്കളെ? P0 A എന്ന് പറയുന്ന കൂടിയ വാല്യൂ നിന്ന് കുറഞ്ഞ വാല്യൂ ആയിട്ടുള്ള പി എ കുറച്ചോട്ടേ. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താ വിളിക്കുന്നത്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. പ്രഷർ കുറഞ്ഞില്ലയോ? എങ്ങനെ കുറഞ്ഞ സാർ? ഒരു നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്തതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? വേപ്പർ പ്രഷർ കുറയുകയാണ് ചെയ്തത്. അതിനെ വിളിച്ച പേരാണ് എന്ത്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന. ഞാൻ നിർത്തുന്നില്ല, ഞാൻ വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. എന്താ മക്കളെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പി എ എന്താ സാധനം? പി എക്ക് ഇക്വേഷൻ എന്താ? പി എ ഇസ് ഈക്വൽ ടു P0 A കൈ എ എന്നല്ലേ? പി എ ഇസ് ഈക്വൽ ടു P0 A കൈ എ എന്നല്ലേ മക്കളെ? ആണോ അല്ലയോ? ഇവിടെ കോമൺ എടുക്കാം. എനിക്ക് ആരെ കോമൺ എടുക്കാം? P0 A കോമൺ എടുത്താൽ ബാക്കി എന്താ വരും? 1 മൈനസ് കൈ എ. എന്താ മക്കളെ 1 മൈനസ് കൈ എ? കൈ ബി അല്ലേ ഇവിടെ? അപ്പൊ എന്താ വരുന്നേ? P0 A കൈ ബി എന്നല്ലേ ഇവിടെ വരുന്നേ? ഇവിടെ എന്തുകൊണ്ട് എനിക്ക് ഡെൽറ്റ പി ഉണ്ട്. ഡെൽറ്റ പി എന്ന് വിളിച്ച പേരെന്താ? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഞാൻ അവിടെ നിന്ന് ഈ P0 A ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന അടുത്ത ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും മക്കളെ? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P0 A. ഞാൻ എന്താ ചെയ്തേ? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ ഇനിഷ്യൽ പ്രഷറുമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? റിലേറ്റ് ചെയ്യല്ലോ ചെയ്തേ, താരതമ്യം ചെയ്തേ. അത് കമ്പയറിംഗ് ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വിത്ത് വേപ്പർ പ്രഷർ ഓഫ് എ പ്യുവർ കമ്പോണന്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തേ? കമ്പയർ ചെയ്തു. ഇതിനെ എനിക്ക് എന്ത് വിളിക്കാം മക്കളെ? ഇതിനെ എനിക്ക് വിളിക്കാം സാർ, ദിസ് ഈസ് കാൾഡ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വിളിക്കാവോ മക്കളെ? എനിക്ക് എന്ത് വിളിക്കാം? റിലേറ്റീവ്. ഞാൻ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ ഇനിഷ്യൽ പ്യുവർ കമ്പോണന്റിന്റെ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തു. അത്ര ഞാൻ ചെയ്തുള്ളൂ. അതിനെ വിളിച്ച പേരാണ് എന്ത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഷുഡ് ബി ഈക്വൽ ടു എന്തായിട്ടാ വരുന്നത്? കൈ ബി. കൈ ബി എന്ന് പറഞ്ഞ സാധനം എന്താ മക്കളെ? ബി ആരോ സാധനം? സൊല്യൂട്ടാ. സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ഈക്വൽ ആ എന്താ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷന് ഈക്വൽ ആയിട്ട് മാറിയില്ലയോടെ? യെസ് ഓർ നോ? ഇനി എന്റെ മക്കളുടെ ചോദ്യം എന്താ സാർ? കൈ ബി എന്ന് പറയുന്ന സാധനം, കൈ ബി മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു, കുറച്ച് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞത് എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലൂടെ? Na പ്ലസ് NB അല്ലൂടെ? ഇവിടെ ഞാൻ എന്റെ ഒരു ആവശ്യത്തോടെ ഞാൻ കൺസിഡർ ചെയ്യാണ് സാർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, അതായത് സോൾവെന്റിനകത്ത് സോൾവെന്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ എമൗണ്ടിനേക്കാൾ വളരെയധികം കൂടുതലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഷുഡ് ബി ഹൈലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആയിരിക്കത്തില്ല ഇവിടെ? സോൾവെന്റ് വളരെ കൂടുതലും സൊല്യൂട്ട് കുറവാണെങ്കിൽ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് സൊല്യൂട്ടിനേക്കാൾ വളരെയധികം കൂടുതലാണെങ്കിൽ Na പ്ലസ് NB എന്തായിട്ട് മാറും മക്കളെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഈക്വൽ ടു, അല്ല അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആവത്തില്ല ഇവിടെ? ആവുമല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, കൈ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് എഴുതി കൂടായോടെ? അപ്പൊ എനിക്ക് ഇക്വേഷൻ എങ്ങനെയാ വരുന്നത് സാർ? റിലേറ്റീവ്
lowering of vapor pressure, that is lowering of vapor pressure in relationship with initial vapor pressure of a pure component should be equal to number of moles of solute divided by number of moles of solvent എന്നല്ലേ ഇവിടെ? Yes or no? എന്താ മക്കളെ number of moles of solute എന്ന് പറയുന്നത്? Number of moles of solute should be given mass of solute divided by molar mass of solute, and what is number of moles of A? Given mass of solvent divided by molar mass of A എന്നല്ലേ ഇവിടെ വരുന്നത്? തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എങ്ങനെ വരുന്നത്? WB into MA divided by MB into WA എന്നല്ലേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും മക്കളെ. ആൻസർ കിട്ടുന്നതൊക്കെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ദാറ്റ് ഈസ് ഡെൽറ്റ പി ഡിവൈഡ് ബൈ P0A. ഡെൽറ്റ പി എന്താണെന്നറിയോ? P0A മൈനസ് PA divided by P0A should be equal to WB into MA divided by MB into WA, and this is called relative lowering of vapor pressure. പഠിച്ചോടെ? സിമ്പിൾ അല്ലേ ഇവിടെ? ഒത്തിരി ന്യൂമറിക്കൽ കൺസെപ്റ്റ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പാട്ട് പാടി പഠിച്ചെന്ന് വിചാരിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. എന്താ ചെയ്ത സാർ ഒന്നുകൂടെ പറയാം. എന്താ പറഞ്ഞേ? എന്താ സംഭവിച്ചിവിടെ? എന്താ സംഭവിച്ചേ? ഞാനൊരു പ്യുവർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് എടുക്കുന്നു. ആ സോൾവെന്റിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്? കുറച്ച് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ബി എന്ന് പറയുന്ന സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം എന്താ സംഭവിക്കുക. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് എന്റെ സർഫസിൽ വന്നിരിക്കുകയും എന്ത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്? വേപ്പറൈസേഷന്റെ എമൗണ്ട് കുറയുകയും തത്ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രഷർ അഥവാ വേപ്പർ പ്രഷർ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന പ്രഷറിനെ ഞാൻ എന്ത് വിളിച്ചു നോക്കണേ? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കുകയും അവിടെ ഞാൻ PA എന്ന് പറയുന്ന സൊല്യൂഷന്റെ പ്രഷറിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഞാൻ എന്താക്കി മാറ്റാണ് സാർ? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഷുഡ് ബി ഈക്വൽ ടു P0A B എന്ന് പറയുന്ന ഞാൻ അവിടെ ആരെ കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കലി മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിനെ ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വന്ന ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ ഇനിഷ്യൽ വേപ്പർ പ്രഷർ അതായത് പ്യുവർ വേപ്പർ പ്രഷറുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ അതിനെ വിളിച്ച പേരെന്തുണ്ട്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു എന്താ? ഈ സ്റ്റെപ്പ് ചില ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കഥ എളുപ്പമാണ്. ഞാൻ എന്താ ചെയ്തത്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണെന്ന് എനിക്കറിയാം. അതുപോലെ എനിക്കറിയാവുന്ന കേസാണ് ഈവൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് വളരെ അധികമാണെങ്കിൽ, വളരെ കൂടുതലാണെങ്കിൽ number of moles of A plus number of moles of B is approximately equal to number of moles of solvent എന്ന് വരികയും അതിന്റെ ഫലമായിട്ട് B is equal to number of moles of solute divided by number of moles of solvent എന്ന് വരികയും number of moles of solute ന്റെ ഇക്വേഷൻ കൊടുക്കുന്നു, number of moles of solvent ഇക്വേഷൻ കൊടുക്കുന്നു. ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തുകയും ചെയ്യുന്ന മക്കളെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ന്യൂമറിക്കലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഡെൽറ്റ പി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ചിലപ്പോൾ തരത്തില്ല, ചിലപ്പോ തരും. തന്നാലും തന്നതിലും ഓർത്തിരിക്കുക. ഡെൽറ്റ പി എന്ന് പറയുന്ന സാധനം എന്താ? P0A മൈനസ് പി. തിരിച്ചെടുക്കരുത്. കാരണം ഇവിടെ എന്താ ചെയ്യുന്നത്? ലോവറിംഗ് ആണ് സംഭവിക്കുന്നത്. ഇനിഷ്യൽ പ്യുവർ കമ്പോണന്റ് ഹയർ, അതുകൊണ്ട് തന്നെ P0A ആയിരിക്കും ഹയർ. ആരെക്കാള്? P-യേക്കാൾ ഹയർ ആയിട്ട് വരുന്നത് P0A ആണെന്ന് ഓർത്തിരിക്കുക. പ്ലീസ് റൈറ്റ് ഡൗൺ. എന്തിനെടുത്തേന്നോ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് ഐ എം കൺസിഡറിങ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ, അതായത് വെരി ഹെവിലി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇക്വേഷനിലേക്ക് മാറ്റണം. എനിക്ക് ഇക്വേഷൻ വേണ്ട. ഇക്വേഷൻ എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനേക്കാൾ വളരെ അധികം ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം.
ഫസ്റ്റ് ആയിട്ട് ഓൺലൈൻ ഇരിക്കുന്ന മക്കൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കംപ്ലീറ്റ് ആയോ മക്കളെ? ഓൺലൈൻ കംപ്ലീറ്റ് ആയോ? നോട്ട് എഴുതിയോ? റെസ്പോണ്ട് ചെയ്യട്ടെ, കേൾക്കാൻ വയ്യോ? മഹിമയ്ക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവര് എന്താ അവസ്ഥ? കംപ്ലീറ്റ് ആയോ? എഴുതിയോ? എഴുതിയില്ലെങ്കിൽ ഇല്ലെന്ന് പറയാം മക്കളെ. എഴുതിയില്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ, ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോണം. മക്കളുടെ അടുത്ത അടുത്തൊരു അടുത്തൊരു ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഇക്വേഷൻ മനസ്സിൽ ഓർമ്മയുണ്ടാവുന്നു. ഇതെങ്ങനെ ഓർത്തിരിക്കാൻ അറിയോ? ഇത് ഈ സ്റ്റെപ്പിൽ വെച്ച് ഓർത്തിരിക്കണം. ഇവിടെ വെച്ച് ഓർത്തിരുന്നാൽ മതി, ബാക്കി നിങ്ങൾക്ക് തന്നെത്താനെ ആക്കി വരാം. ഇത് ഇവിടെ വെച്ച് ഓർത്തിരിക്കുക. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്നുള്ളത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിലേക്ക് പോകണ്ട. ഇത് മറന്നു. സോ ഇവിടെ ഇരുന്ന് ഫസ്റ്റ് നമ്മൾ പണ്ട് കോടീശ്വരം കളിക്കുമ്പോൾ ആദ്യത്തെ സേഫ് സ്റ്റോൺ എന്ന് പറയുന്ന പോലെ ആദ്യം ഇവിടെ ഓർത്തിരിക്കുക. ഇത് മറക്കത്തില്ല ഒരിക്കലും. പിന്നെ ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രം. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് സെക്കൻഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വെളമക്കാട് ഇതിനിടയ്ക്ക് കൂടെ. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. വീട്ടിൽ മുട്ട പുഴുങ്ങുന്ന സമയത്ത് മുട്ടയൊക്കെ പുഴുങ്ങാറുണ്ടോ? മുട്ട പുഴുങ്ങുന്ന സമയത്ത്, മുട്ട ബോയിൽ ചെയ്യുന്ന സമയത്ത്, എഗ് മുട്ട ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പിടുന്നുണ്ടോ വെള്ളത്തിനകത്ത്? എന്തിനു വേണ്ടിയാണ് മുട്ട ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പിടുന്നത്? ഫാസ്റ്റ് ആയിട്ട്. കേട്ടില്ല? അത് വെള്ളത്തിനാലും ബോയിലാവത്തില്ലയോ? പൊന്തിക്കിടക്കാനോ? ഉപ്പിട്ട് കഴിഞ്ഞാൽ പൊന്തിക്കിടക്കുവോ?
പെട്ടെന്ന് ബോയിലാവാനാണോ? അതാണ് കൺസെപ്റ്റ് കരുതി മുട്ടയുടെ കേസ്. പെട്ടെന്ന് ബോയിലാവും, സത്യമാണ്, പെട്ടെന്ന് ബോയിലാവും, അത് കറക്റ്റ് ആണ്. നമ്മൾ ചോറിനകത്തും ഉപ്പിടുന്ന ആൾക്കാരുണ്ട് പെട്ടെന്ന് ബോയിലാവാൻ വേണ്ടി. ഡെൻസിറ്റിയോ? അതോ വസുദേവേ അതുകൊണ്ടാ പൊങ്ങിക്കിടക്കുന്നേ? പൊങ്ങിക്കിടക്കാൻ വേണ്ടിയാണോ? ഉപ്പിട്ടേച്ച് മുട്ടയിട്ടേ താഴെ പോയി എനിക്ക് അറിഞ്ഞുകൂടാ. ആര് പറഞ്ഞേ? അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും അല്ല കേട്ടോ. ഉപ്പിട്ടാലും മുട്ട താഴെ പോകും കേട്ടോ. ഞാൻ പിന്നെ കടലിൽ കൊണ്ടുവന്ന് കുറെ മുട്ട വരിയിട്ട് കഴിഞ്ഞാൽ എല്ലാം പൊങ്ങി കിടക്കുമല്ലോടെ. പിന്നെ മീനൊക്കെ എന്തോ ചെയ്യും? മീനിടുന്ന മുട്ട മൊത്തം എന്ത് ചെയ്യും? പൊങ്ങി കിടക്കണ്ടായോ? ഇവിടെ അതല്ല ഇവിടെ. എന്തിനു വേണ്ടിയാണ് പറയണ ആൺകുട്ടികളെ? നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യങ്ങൾ അതൊക്കെ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യം ഇതൊക്കെ. മുട്ട വേവിക്കുമ്പോ ഒക്കെ അമ്മയൊക്കെ ഉപ്പിടുന്നുണ്ടോ? നമുക്കറിഞ്ഞൂടാ. വീട്ടുകാർ ഉപ്പിടുന്നുണ്ടോ ചോദിക്കണം. വീട്ടിൽ പോയിട്ട് എന്തിനാണ് അമ്മ ഉപ്പിടുന്നത് ചോദിക്കണം. എന്നിട്ട് അമ്മയ്ക്ക് അറിയത്തില്ലെങ്കിൽ അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കണം. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അല്ല ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു തരും എന്തിനാണ് അത് ചെയ്തതെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസിഡറേഷൻ ഇവിടെ എടുക്കുകയാണ്. ഒരു ബൈനറി സൊല്യൂഷനകത്ത് ഞാൻ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടിനെ ആഡ് ചെയ്യുന്നു. ഒരു ബൈനറി സൊല്യൂഷൻ അത് ഞാൻ എന്ത് ചെയ്യുന്നൊരു പ്യുവർ സോൾവെന്റ് അത് ഞാൻ എന്ത് ചെയ്യുന്നൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ കൂടെ ആഡ് ചെയ്ത് ഞാൻ ഒരു ബൈനറി സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ബോയിലിംഗ് പോയിന്റിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. ആദ്യം പ്യുവർ ആയിട്ടിരുന്ന സമയത്ത്, വളരെ പ്യുവർ ആയിട്ടിരുന്ന സമയത്ത്, എകൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ബോയിലിംഗ് പോയിന്റ് ഞാൻ വിളിക്കുകയാണ് ഡെൽറ്റ ടി സീറോ ബി എന്ന് വിളിക്കുകയാണ്. അതായത് പ്യുവർ ആയിട്ടുള്ള ഒരാളുടെ ബോയിലിംഗ് പോയിന്റ് എന്താ വിളിച്ച് ടി സീറോ ബി, ഡെൽറ്റ ഇവിടെ ടി സീറോ ബി എന്ന് വിളിക്കുകയാണ്. ടി സീറോ ബി എന്ന് പറഞ്ഞാൽ ടി സീറോ ബി എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ പ്യുവർ കമ്പൗണ്ട് ഞാൻ എന്താ വിളിച്ച് ടി സീറോ ബി എന്ന് വിളിക്കുകയാണ്. ഇതിലേക്കാണ് ഞാൻ കുറച്ച് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടിനെ കൊണ്ട് ആഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നു. മക്കളോട് എന്റെ ചോദ്യം, ബോയിലിംഗ് പോയിന്റിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ബോയിലിംഗ് പോയിന്റിൽ എന്ത് മാറ്റം ഉണ്ടാവും? ബോയിലിംഗ് പോയിന്റ് കൂടുമോ കുറയുമോ അതോ അതുപോലെ തന്നെ ഇരിക്കുമോ? കുറയൂ. ഞാനൊരു നോൺ വോളറ്റ് എന്താണ് മക്കളെ ബോയിലിംഗ് പോയിന്റ്? വേപ്പർ പ്രഷർ എന്തായിട്ട് മാറണം? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിട്ട് മാറണം. ഞാൻ ഇവിടെ പ്യുവർ ആയിട്ട് ഇരുന്ന സമയത്തുള്ള വേപ്പർ പ്രഷറും ഇപ്പൊ ഒരു സൊല്യൂഷൻ ആയ സമയത്ത് വേപ്പർ പ്രഷർ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. വേപ്പർ പ്രഷർ കൂടുകയാണോ കുറയുകയാണോ മക്കളെ ചെയ്യുന്നേ? ലാസ്റ്റ് പഠിച്ച കുറയുകയല്ലേ ചെയ്യുന്നേ? കുറയുമ്പോൾ കൂടുതൽ സമയം എടുക്കത്തിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനൊപ്പം എത്താൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മള് കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും, കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ബോയിലിംഗ് പോയിന്റ് എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അതിനെ വിളിച്ച പേരാ മക്കളെ എന്ത്? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ബൈ ആഡിങ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുക? സർ, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എത്തത്തുള്ളൂ. ഓൾറെഡി വേപ്പർ പ്രഷർ കുറയുക എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടുതൽ സമയം, കൂടുതൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഹീറ്റ് കൊടുക്കാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത്രത്തോളം വേപ്പേഴ്സ് ഉണ്ടാവുകയും അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്യാം. എന്താ സംഭവിക്കുക? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അതായത് ഈ സൊല്യൂഷൻ ബോയിലിംഗ് ആ ബോയിലിംഗ് പോയിന്റ് ഞാൻ എന്ത് വിളിക്കുന്നു? ഞാൻ വിളിക്കുന്നു ടി ബി എന്ന് വിളിക്കുകയാണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ ഞാൻ എന്താ വിളിച്ചേ? ടി ബി എന്നും ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോളിഡ് എന്താ വിളിച്ചേ? ടി സീറോ ബി എന്നും വിളിച്ചേ. അങ്ങനെങ്കിൽ മക്കളുടെ എന്റെ ചോദ്യം ഇത്ര മാത്രം. എന്താണ് മക്കളെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇവിടെ എലവേഷൻ എന്ന വാക്ക് യൂസ് ചെയ്യാനുള്ള കാരണം ഇൻക്രീസ് ആണ്. അവസാനം ഇൻക്രീസ് സംഭവിക്കുന്നത് എന്ത് വിളിക്കുന്നത്? എലവേഷൻ എന്ന് തന്നെ വിളിക്കാൻ കാരണം ഇവിടുത്തെ ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് ഞാൻ ഡെൽറ്റ ടി ബി എന്ന് വിളിച്ചോട്ടെ മക്കളെ. ബോയിലിംഗ് പോയിന്റിന്റെ ചേഞ്ച്, എലവേഷൻ എന്ന് പറയുന്നത് കൂടിയ ടെമ്പറേച്ചർ മൈനസ് കുറഞ്ഞ ടെമ്പറേച്ചർ. ഇവിടെ ഏതാ മക്കളെ കൂടിയ ബോയിലിംഗ് പോയിന്റ്? ടി സീറോ ബി ആണോ ടി ബി ആണോ? ടി ബി ആണ് സാർ. എലവേഷൻ സംഭവിക്കുന്നത് ടി ബി മൈനസ് ടി സീറോ ബി.
ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി സീറോ ബി. ഇതിനെ വിളിച്ച പേരാ മക്കളെ എന്ന് പറയുന്നത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോടാ? ഈ പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയോ? എന്താ ഡെൽറ്റ ടി ബി? ദ ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് അഥവാ എലവേഷൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെയൊക്കെ സബ്സ്ട്രാക്ഷൻ ആണ് വരുന്നത്. ഡിഫറൻസ് ആ വരുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ മൈനസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ പ്യുവർ സോൾവെന്റ്. കാരണം സാർ ബോയിലിംഗ് പോയിന്റ് കൂടുന്നുണ്ട്, കാരണം വേപ്പർ പ്രഷർ കുറയുന്നുണ്ട് സാർ. അതേപോലെ മക്കളെ ഈ എലവേഷനിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു സ്റ്റേറ്റ്മെന്റ് ആ പറയുന്നത്. ഇറ്റ്സ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ആർക്ക് പ്രൊപ്പോർഷനല്ല? മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ. ആർക്ക് പ്രൊപ്പോർഷനല്ല? മൊളാലിറ്റിക്ക്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റണ്ടായോടാ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ എന്താ ചെയ്യണ്ടേ? കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ശ്രദ്ധിച്ചോണേ. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി. കെ ബി ഇൻറ്റു മൊളാലിറ്റി. കെ ബിയെ വിളിക്കുന്ന പേരാണ്, കെ ബി ഇസ് എ കോൺസ്റ്റന്റ്, കെ ബിയെ വിളിക്കുന്ന പേരാണ് മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ്. എന്താ വിളിക്കുന്നേ? മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ്. ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ മറ്റു വിളിക്കുന്ന പേരാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. വിളിക്കുന്ന പേര് ഇതാണ് ഓർത്തിരിക്കണ്ടേ. ഈ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഓർത്തിരിക്കണേ. എന്തൊക്കെയാ വിളിക്കുന്നത്? മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്ന എന്തിനാ മക്കളെ? കെ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം ആണ് വരുന്നത്. കെ ബി ഇൻറ്റു എം. പൊട്ടിയോ? അപ്പൊ ഈ കെ ബിക്ക് ഒരു യൂണിറ്റ് ഉണ്ടോ? കെ ബിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ദ യൂണിറ്റ് ഓഫ് ദി മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആയിരിക്കും. അതേപോലെ നിങ്ങളുടെ സോൾവെന്റ്, ഇത് ആക്ച്വലി കെ ബി റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും, എലവേഷൻ കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും സോൾവെന്റിന്റെ കോൺസ്റ്റന്റ് ആണ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സോൾവെന്റ്. സോൾവെന്റ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കെ ബിയുടെ വാല്യൂ മാറും. സൊല്യൂട്ടിനെ അല്ല മക്കളെ, അതും ക്ലിയർ ചെയ്യാം. സൊല്യൂട്ടിനെ അല്ല കെ ബി ഡിപ്പെൻഡ് ചെയ്യുന്നത്. കെ ബി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സോൾവെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് കെ ബി എന്ന് പറയുന്നത്. വാട്ടർ ആണ് നിങ്ങളുടെ സോൾവെന്റ് എങ്കിൽ കെ ബി എന്ന് പറയുന്ന വാല്യൂ ജസ്റ്റ് പരീക്ഷയ്ക്ക് തരും മക്കളെ, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആയിരിക്കും. കെ ബി ഇസ് ഈക്വൽ ടു, കെ ബി വിളിക്കുന്ന പേര് മോളാർ എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കെ ബി എന്ന് പറയുന്നത് സോൾവെന്റ് മാറുന്നതനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. കെ ബിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. അതുപോലെ തന്നെ കെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് വാട്ടറിന്റെ കേസിൽ വരുന്നത് 0.52 കെൽവിൻ കിലോഗ്രാം പെർ മോൾ എന്നുള്ളതാണ് അതിന്റെ വാല്യൂ ആയിട്ടും വരുന്നത്. ക്ലിയർ? ക്ലിയർ ആണോടെ? ക്ലിയർ ആണോടെ? ആണോ? ആണെങ്കിൽ ഒരു കഥ പറയട്ടെ, മക്കളോട് ചോദിക്കട്ടെ, കെ ബിക്ക് ഒരു ഡെഫിനേഷൻ പറയാവൂടാ? തെർമോഡൈനാമിക്സ് ചെയ്യാമെന്ന് എടുത്തേ അല്ല. എപ്പോഴും കോൺസ്റ്റന്റുകൾക്ക് ഡെഫിനേഷൻ പറയാൻ എളുപ്പമാടാ. കോൺസ്റ്റന്റുകൾക്ക് ഡെഫിനേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പം. നിങ്ങൾ ഇവിടെ കെ ബിക്ക് ഒരു ഡെഫിനേഷൻ പറയാൻ പറ്റുമോ? പറഞ്ഞോ. കെ ബി ഇസ് ദ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ 1 മോളാൽ സൊല്യൂഷൻ. കോൺസ്റ്റന്റിന്റെ കൂടെയുള്ള ആൾക്കാരെ നിങ്ങൾ യൂണിറ്റി ആക്കിയാൽ മതി. യൂണിറ്റി ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യാ? ഇവർക്കുള്ള ഡെഫിനേഷൻ കിട്ടും.
നമ്മൾ ഞാൻ ഓഡിബിൾ അല്ലേടാ? എന്റെ ഇയർഫോണിന്റെ ചാർജ് തന്നു. ഞാൻ ഓഡിബിൾ ആണോ? എന്തായാലും മൈക്ക് ഒന്ന് ഓണാക്കി എന്തെങ്കിലും സംസാരിച്ചേ. മൈക്ക് ഒന്ന് ഓണാക്കി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചേ. ആരെങ്കിലും പേര് വിളിക്കണോ? അൻവിനെ ഒന്ന് മൈക്ക് ഓണാക്കി പറയടാ. അൻവിൻ നിങ്ങളുടെ ബാച്ചാണോ? പാലക്കാടാണോ? അൻവിനെ മൈക്ക് ഒന്ന് ഓണാക്കി എന്തേലും ഒന്ന് പറയടാ. ഓഡിബിൾ ഇയർഫോൺ ഓഡിബിലിറ്റി ആണോ ഫോണിന്റെ ആണോ അറിയാൻ വേണ്ടിയാ. എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞേ, എനിക്ക് കേൾക്കാനാ. അൻവിയുടെ മൈക്ക് ഓണാക്കി എന്തെങ്കിലും പറയാൻ, എന്തെങ്കിലും മൈക്ക് ഓണാക്കി ഒന്ന് പറഞ്ഞേ അൻവിനെ. അൻവിനോ ഗോകുലോ അഭിഷേകോ അതും ആരെങ്കിലും പറഞ്ഞാൽ മതി. ശബ്ദമൊന്നും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഓക്കെ. ആ സാർ അല്ല സാർ എനിക്ക് അല്ല സാർ എന്റെ ഇയർഫോണിന്റെ കണക്ഷൻ പോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. ഇടയ്ക്കൊന്ന് വീക്ക് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. ചാർജ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോ? അതിൽ ഇയർഫോൺ കണക്ഷൻ ഉണ്ട്. ചാർജ് ഉണ്ട് അല്ലേ? ചാർജ് ഉണ്ട് അങ്ങനെ തോന്നുന്നു. അതായത് എനിക്കൊരു സംശയം വന്നത്. ഓ ശരി. സുഹൃത്തുക്കളെ, അപ്പൊ എന്താ പറയാ, കെ ബി എന്ന് പറയുന്നത് എന്താ സാധനം? എലവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം എന്താ എങ്കിൽ കെ ബി എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഇസ് ദ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ വൺ മോളാർ സൊല്യൂഷൻ. ഒരു മോളാർ സൊല്യൂഷന്റെ ചേഞ്ച് ഇൻ ബോയിലിംഗ് അഥവാ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വിളിക്കുന്ന പേരാ മക്കളെ എന്തെന്ന് പറയുന്നത്? എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷനോടെ ഞാനൊന്ന് വൈഡ് ചെയ്യാൻ പോകാൻ ശ്രദ്ധിക്കണേ. മൊളാലിറ്റി എന്ന് പറയുന്ന സാധനം എന്താ? മൊളാലിറ്റി എന്താ മക്കളെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ ആരോ സൊല്യൂട്ട്? ബി അല്ലേ സൊല്യൂട്ട്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കെ ജി അല്ലേ ഇവിടെ? എന്റെ സോൾവെന്റ് ആരാ ഇവിടെ? എ. അപ്പൊ ഡബ്ല്യു എ എന്ന് പറഞ്ഞിട്ട് ഞാൻ കെ ജി അല്ലേ ഇവിടെ? അപ്പൊ ഡിവൈഡ് ബൈ 1000 അല്ലയോ? കെ ജി ആക്കാൻ ഗ്രാം ആണെന്ന് കൺസിഡർ ചെയ്യണേ. കെ ജി ആക്കണമെങ്കിൽ എന്താ? ഡബ്ല്യു എ ഡിവൈഡ് ബൈ 1000. എന്താ മക്കളെ എൻ ഡി എന്ന് പറഞ്ഞ സാധനം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറയണേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി is equal to given mass of B divided by molar mass of B divided by W A by 1000 എന്നല്ലേ ഇവിടെ വരുന്നേ? തിരിച്ചിട്ട് കൂടി എങ്ങനെ വരുന്നേ? ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ എന്നല്ലേ ഇവിടെ വരുന്നേ? ദാറ്റ് മീൻസ് ഇക്വേഷൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ എങ്ങനെ വരുന്നേ? സർ ഡെൽറ്റ ടി ബി is equal to സർ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് is equal to കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ എന്നല്ലേ ഇവിടെ? യെസ് ഓർ നോ? ഇത് ക്ലിയർ ആണോ മക്കളെ? ആണോടാ? ഒന്നുകൂടെ ഞാൻ പ്രൂവ് ചെയ്ത് തരട്ടെ. ഈ പറഞ്ഞ സാധനം എല്ലാം കറക്റ്റ് ആണ്. ഒന്നുകൂടെ പ്രൂവ് ചെയ്ത് തരാം. ശ്രദ്ധിക്കണേ മക്കള്. ഒരു ഗ്രാഫ്, വേപ്പർ പ്രഷർ ഗ്രാഫ് കാണിക്കണേ. വേപ്പർ പ്രഷറിന്റെ ഒരു ഗ്രാഫ്, അതുപോലെ ടെമ്പറേച്ചർ, വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് കാണിക്കണം. ശ്രദ്ധിക്കാം. ഇതിന് ഞാൻ ഈ ഒരു പോയിന്റ് ഞാൻ 1 atmosphere എന്നിട്ടാണ്, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഞാൻ ആദ്യം ഒരു പ്യുവർ സോൾവെന്റിന്റെ കാര്യം ആലോചിച്ചപ്പോൾ നമുക്കറിയാം സർ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം സർ? വേപ്പറുകളുടെ എണ്ണം കൂടണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പറുകളുടെ എണ്ണം കൂടുകയും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേപ്പർ പ്രഷർ കൂടുകയും ചെയ്യും. സോ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വേപ്പറിന്റെ കൂടി വേപ്പർ പ്രഷർ കൂടി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്നിട്ട് എന്ത് ചെയ്തു? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിട്ട് മാറി. ഇതൊരു സോൾവെന്റിനെ കുറിച്ചാണ്. പ്യുവർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ആണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് നമുക്കുള്ള ഇത്. അതിനെ എന്താ വിളിച്ചത്? പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ഞാൻ എന്താ വിളിച്ചേ? T0B. ഞാൻ എന്താ വിളിച്ചേ? T0B എന്നാ വിളിച്ചേ ആണ്. എന്നാൽ അടുത്തൊരു സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു സൊല്യൂഷൻ, അതായത് ഒരു പ്യുവർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചെന്ന് ഞാൻ പഠിച്ചേ? വേപ്പർ പ്രഷർ എന്ത് ചെയ്തു? കുറയും. വേപ്പർ പ്രഷർ കുറയുമെന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ താഴേന്ന് വരയ്ക്കേണ്ടി വരത്തില്ലൂടെ? ഇതേ ടെമ്പറേച്ചറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സർ? ഈ ടെമ്പറേച്ചറിൽ ഇത്രയാണ് വേപ്പറെങ്കിലും സൊല്യൂഷൻ സംബന്ധിച്ചുള്ള കുറവായിരിക്കത്തില്ലയോ? ഇതും പതുക്കെ എന്ത് ചെയ്യും? കൂടി അതും അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആയിട്ട് മാറത്തില്ലൂടെ? ഈ ടെമ്പറേച്ചർ നോക്കിയ മക്കളെ, ഇതിനെ വിളിച്ച പേരാ മക്കളെ എന്തെന്ന് പറയുന്നത്? TB എന്ന് വിളിച്ചത്. T0Bയേക്കാൾ കൂടുതലാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലാണ് ആരുടെ വന്നത്? സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് വന്നത്. ഈ ഡിഫറൻസ് ഉണ്ടല്ലോ മക്കളെ, ഇതിനെ വിളിച്ച പേരാണ് എന്ത്? ഡെൽറ്റ ടി ബി, എലവേഷൻ ഓഫ്
ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച തിയറിക്ക് കറക്റ്റ് ആയില്ലൂടെ? പഠിച്ച തിയറി എല്ലാം ശരിയാന്നല്ലൂടെ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്? കഥ മനസ്സിലായോ മക്കളെ? കംപ്ലീറ്റ്ലി മനസ്സിലായോ എന്താണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? ഒന്നുകൂടെ പറയട്ടെ. എ എന്ന് പറയുന്ന ഒരു പ്യുവർ സോൾവെന്റ് മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതിലൊരു ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, എത്ര? T0 B എന്ന് പറയുന്നു. അതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്ന? കുറച്ച് നോൺ വോളറ്റൈൽ സൊല്യൂട്ടുകൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ബോയിലിംഗ് പോയിന്റ് കൂടും. അങ്ങനെ വന്ന സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഞാൻ എന്താ വിളിച്ചേ? TB എന്ന് വിളിച്ചു. അവര് തമ്മിലുണ്ടായ ചേഞ്ച് ഉണ്ടല്ലോ മക്കളെ, വലിയ TB മൈനസ് ചെറിയ T0B. ഈ ഡിഫറൻസിനെ വിളിച്ച പേരെന്താ മക്കളെ? ഡെൽറ്റ TB അഥവാ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നു. ഈ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എപ്പോഴും ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ പ്രൊപ്പോർഷണലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച കോൺസ്റ്റന്റ്, അതായത് KB, അതിന് വിളിക്കുന്ന പേരെന്തോ മക്കളെ? മോളാർ എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് അഥവാ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണേ. എന്താ മക്കളെ ഒരു എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഡെഫിനിഷൻ പറയാൻ പറഞ്ഞത് എങ്ങനാ? It is the elevation of boiling point of a 1 molar solution. വാട്ടറിന്റെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എത്ര ആയിരിക്കും മക്കളെ? 0.52. അതുപോലെ യൂണിറ്റ് എന്തായിരിക്കും? കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആയിരിക്കും എന്ത്? കെബിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്താ ചെയ്തേ? സർ മൊളാലിറ്റിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോ എനിക്ക് കിട്ടാണ് സർ ഫൈനൽ ഇക്വേഷൻ ഡെൽറ്റ TB is equal to KB into WB, that is mass of solute into 1000 divided by molar mass of solute into mass of solvent. ഗ്രാഫ് വഴി ഞാൻ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഈ പറഞ്ഞതെല്ലാം ശരിയാന്നുള്ളത് നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്യണേ മക്കളെ. പെട്ടെന്ന് നോട്ടാണ്, പെട്ടെന്ന് ചെയ്യണേ. കംപ്ലീറ്റ് ആയ മക്കളെ? പെട്ടെന്ന് ഫസ്റ്റ് ആവ്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വെച്ചിട്ടൂടെ? എലവേഷൻ ഓഫ് ബോയിലിംഗ് എല്ലാവർക്കും ക്ലിയർ ആണേ? ക്ലിയർ ആണോടെ? ഇവിടെ മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ശ്രദ്ധിക്കണേ, മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്സ്.
എന്തുവാ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ശ്രദ്ധിക്കണേ, വേണമെന്നൊക്കെ ഓൺലൈനിൽ ഇല്ലയോ, എന്താ അവിടെ ചെല്ലത്തില്ലയോ, അവിടെ എന്ത് ഈ വേണമെന്നൊക്കെ വിചാരിക്കത്തില്ലയോ അവര്, ഇത് എന്തൊക്കെ ശബ്ദമാ. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ബാ ഇവിടെ നമുക്ക് തലതിരിച്ചൊന്ന് പഠിക്കണം. ബാ എന്താ ഫ്രീസിംഗ് പോയിന്റ്? എന്താ ഫ്രീസിംഗ് പോയിന്റ്? എന്താ ഫ്രീസിംഗ് പോയിന്റ്? എന്തിനാണ് ആ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞ അതേപോലെ മക്കളോട് ചോദിക്കുന്നത് എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? ലിക്വിഡ് സോളിഡ് ആവുന്നതോ? എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? നിങ്ങളിങ്ങനെ ഒരാളുടെ ലിക്വിഡ് ഫേസും വേപ്പർ ഫേസും ഒരേ വേപ്പർ പ്രഷർ കാണിക്കുന്ന ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. The temperature at which solid and liquid phase of a substance have same vapor pressure. ഒരാളുടെ ലിക്വിഡ് ഫേസിനും സോളിഡ് ഫേസിനും ഒരേ വേപ്പർ പ്രഷർ കാണിക്കുന്ന ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാ മക്കൾ എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഗ്രാഫിക്കിൽ റെപ്രസെന്റ് ചെയ്ത് തരാം. ആദ്യമേ സിമ്പിൾ ആക്കി തരാം, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക മക്കളെ, ഞാനൊരു ഇതൊരു സോൾവെന്റിന്റെ കഥയാണ്. ഇതൊരു സോൾവെന്റ് ആണ്. ഇതൊരു സോൾവെന്റ് ആണ്, പ്യുവർ സോൾവെന്റ്. ആ പ്യുവർ സോൾവെന്റിന്റെ ലിക്വിഡ് ഫേസും ഇതതിന്റെ ലിക്വിഡ് ഫേസും ഇതതിന്റെ ലിക്വിഡ് ഫേസും ഇതതിന്റെ സോളിഡ് ഫേസും ആണ്. അങ്ങനെ നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചു തരാം ഗ്രാഫിനകത്ത് ലിക്വിഡ് ഫേസും സോളിഡ് ഫേസും ഒരേ ഇത് വേപ്പർ പ്രഷർ ആണ്. ഇവിടെ ഒരേ വേപ്പർ പ്രഷർ കാണിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഈ ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല ഇവിടെ. അതാണ് അവരുടെ എന്തെന്ന് പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ്. എന്താ വിളിക്കുന്നത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊരു പ്യുവർ സോൾവെന്റിന്റെ ആയതുകൊണ്ട് ഇതിനെ ഞാൻ വിളിക്കുക മക്കളെ എന്ത്? T0F എന്ന് വിളിക്കാം. എന്താ വിളിച്ചാൽ T0F എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഒരു സൊല്യൂഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സൊല്യൂഷന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു സൊല്യൂഷന്റെ കേസിൽ എങ്ങനെയാ വരിക മക്കളെ? എനിക്കറിയാം സാർ, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സോൾവെന്റിനേക്കാൾ കുറവാണ്. ഞാൻ അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. നേരത്തെ ചോദ്യം പെൻഡിങ് ഉണ്ട് കേട്ടോ, അപ്പോട്ടെ ഇത് പറഞ്ഞിട്ട് പറയാം. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഗ്രാഫ് എന്തായാലും താഴേന്ന് വേണം മക്കളെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആണോ? വേപ്പർ പ്രഷർ ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ഇത്രയാണെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും എന്ന് പറയുന്നത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. സോ ഇതിങ്ങനെ കുറഞ്ഞ് അത് അതിന്റെ സോളിഡ് ഫേസിലാവുമ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല ഇവിടെ. ഈ ഒരു ടെമ്പറേച്ചറിനെ വിളിച്ച പേരാ മക്കളെ എന്തെന്ന് പറയുന്നത്? സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോലെ. എന്ത് വിളിക്കുക? എനിക്ക് TF എന്ന് വിളിച്ചോട്ടെ. ഞാൻ എന്താ വിളിച്ചേ? TF. ഇവിടെ വായിച്ചോക്കിയേ, T0Fനേക്കാൾ കുറവല്ലേ ഇവിടെ മക്കളെ TF എന്ന് പറയുന്നത്? കുറയുകയില്ല. അപ്പൊ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്തു? കുറഞ്ഞു സാർ. ആ കുറവിനെ വിളിച്ച പേരാ മക്കളെ എന്ത്? ഡിപ്രഷൻ. എന്താ വിളിച്ചേ? ഡിപ്രഷൻ. ഡിപ്രഷനിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞുകൂടാ എനിക്ക്. സോ ഈ ചേഞ്ച് ഉണ്ടല്ലോ മക്കളെ, ഇത് ഇടയ്ക്കുള്ള ഈ ചേഞ്ച് എനിക്ക് എന്ത് വിളിക്കാം? ഡെൽറ്റ TF എന്ന് വിളിച്ചോട്ടെ. എന്താ വിളിച്ചേ? ഡെൽറ്റ TF. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അപ്പോ ഡെൽറ്റ TF is equal to T0F minus TF. T0F minus TF ആണ്. അതുപോലെ ഈ ഡെൽറ്റ TF എന്ന് പറയുന്നത്, അതായത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെയിം ലൈക്ക് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ദാറ്റ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആയിരിക്കുമെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ആരായിരിക്കും മക്കളെ? അറിയോ? ഞാൻ യൂസ് ചെയ്യുന്നത് KF ആണ്. KF into molality, where KF is called KF-നെ വിളിക്കുന്ന പേര് നമ്മൾ എന്താ? KBക്ക് വിളിച്ച ആദ്യത്തെ പേര്, KBക്ക് വിളിച്ച ആദ്യത്തെ പേരെന്താ? മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് എങ്കിൽ KF നമ്മൾ വിളിക്കുന്നു മോളാൽ, യെസ്, മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. രണ്ടാമത്തെ KBക്ക് വിളിച്ച പേര് ബോയിലിംഗ് പോയിന്റ് എലവേഷൻ കോൺസ്റ്റന്റ് എങ്കിൽ ഇതിന്റെ പേരെന്തായിരിക്കും?
ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. മൂന്നാമത് നമ്മൾ എന്താ വിളിച്ചേ? എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരെന്തുവാ? ഇതിനെ വിളിക്കുന്ന പേര് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇത് നെഫ്രിയോയോ? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാ വിളിക്കുന്നത് കേട്ടോ. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അതുപോലെ കെ ബിയുടെ യൂണിറ്റ് എന്തായിരുന്നു? കെ ബിയുടെ യൂണിറ്റ് എന്തായിരുന്നു മക്കളെ? കെ ബിയുടെ യൂണിറ്റ് എന്തായിരുന്നു? കെൽവിൻ കിലോഗ്രാം പെർ മോൾ. കെ എഫിന്റെ യൂണിറ്റ് സെയിം മക്കളെ, കെൽവിൻ കിലോഗ്രാം പെർ മോൾ എന്ന് തന്നെയാണ് കെ എഫിന്റെ യൂണിറ്റ്. വാട്ടർ എത്ര മക്കളെ? കെ ബിയുടെ അല്ല, വാട്ടറിന്റെ കെ ബി എത്ര ആയിരുന്നു? വാട്ടറിന്റെ കെ ബി 0.52 ആണെങ്കിൽ വാട്ടറിന്റെ കെ എഫ് എന്ന് പറഞ്ഞാൽ 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോളാ. 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഇവിടെയും സെയിം കോൺസ്റ്റന്റ് ആണ്, സോൾവെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ഇവിടെയും. എന്ത്? കെ എഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സോൾവെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് മാത്രമാണ്. ഓർത്തിരിക്കാം, മറക്കൂ. അങ്ങനെയെങ്കിൽ സർ പ്ലീസ് കെ എഫിന് ഒരു ഡെഫിനിഷൻ തരാമോ? എന്താ കെ എഫ് എന്ന് പറയുന്നത്? കെ എഫ് ഈസ് ദ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ 1 മോളാർ സൊല്യൂഷൻ. ഒരു മോളാർ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റിന്റെ ഡിപ്രഷനെ വിളിക്കുന്ന പേരാ മക്കൾ എന്ന് പറയുന്നത് കെ എഫ് എന്ന് പറയുന്നത്. കെ എഫ് ഈസ് ദ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ 1 മോളാർ സൊല്യൂഷൻ അല്ലേ? അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഒന്ന് വൈഡൻ ചെയ്യടാ. എങ്ങനെയാ വരുന്നത്? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റിക്ക് ഓൾറെഡി ഇക്വേഷൻ കണ്ടുപിടിച്ചത്. മൊളാലിറ്റി ഇക്വേഷൻ എന്താ? ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ എന്നല്ലേ ഇവിടെ? ആണോ? ആണോ? ലാസ്റ്റ് എഴുതിയതോ? മൊളാലിറ്റി ആണല്ലോ എഴുതിയേ. സോ ദി ഫൈനൽ ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു kf into wb into 1000 divided by mb into wa. And the third colligative property is finished, that is called depression in freezing point. Depression in freezing point. മനസ്സിലായോ? നോട്ട് ചെയ്യാം, പെട്ടെന്ന് നോട്ട് ചെയ്യാം. ഇതിൽ ചോദിക്കാനാണോ മക്കളെ സ്മീർ കൈ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നേ? ഇതിൽ ചോദിക്കാനാണോ അതോ വെറുതെ കൈ തട്ടിയാണോ? മീറ അറിയാട്ടിയോ? പോയി ഇറങ്ങിപ്പോയി തന്നേരെ. നോക്കി കംപ്ലീറ്റ് ആയോ? പെട്ടെന്ന് ഫാസ്റ്റ് ആക്കിയേ. അതുകൊണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയത്. മുട്ട വിടുന്ന ഒരു തീരുമാനമില്ല. എന്തിനാ ഉപ്പിടുന്നേ? ഉപ്പിടുമ്പോ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇല്ലേ ഇവിടെ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്താ സംഭവിക്കുക? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുകൊണ്ടിരുന്ന വെള്ളം എന്ത് ചെയ്യും? അന്നേരം അതിന് മുകളിലേക്കുള്ള ടെമ്പറേച്ചറിൽ മാത്രമേ തിളക്കത്തുള്ളൂ.
അതായത് ഇപ്പൊ തിളക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം മൂവ് ചെയ്യത്തിലൂടെ കൈനറ്റിക് എനർജി കൂടിയിട്ട് അന്നേരം മുട്ട പോയി സൈഡിൽ വാളിൽ തട്ടുകയും പ്രോപ്പർലി ബോയിൽ ആവാത്ത മുട്ടകൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് മുട്ട പൊട്ടിയിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ ലിക്വിഡ് ഒഴിങ്ങനെ വരത്തിലൂടെ തിരിച്ചാണ് ഉപ്പിടുമ്പോൾ എന്താ സംഭവിക്കുക? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുകയും അവർ തിളയ്ക്കുമ്പോഴത്തേ അത്രയും ഹയർ ടെമ്പറേച്ചറിൽ വീണ്ടും ഒരു ഹയർ ടെമ്പറേച്ചർ കിട്ടുക. അത്രത്തോളം എക്സ്ട്രാ ടെമ്പറേച്ചർ ആർക്ക് കിട്ടുന്നുണ്ട്? മുട്ടയ്ക്ക് കിട്ടുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ മുട്ട എന്ത് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ വെള്ളം എന്ത് ചെയ്യത്തുള്ളൂ, ബോയിൽ ചെയ്യത്തുള്ളൂ. ഇവർ മൂവ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. ആ സമയത്ത് ഇത് എന്തായിട്ടുണ്ടാവും? ബോയിൽ ആയിണ്ടാവും, അല്ലെങ്കിൽ ലിക്വിഡ് എന്തായിട്ട് മാറിയുണ്ടാവും? സോളിഡ് കൺവേർഷനിലോട്ട് മാറിയുണ്ടാവും. അപ്പൊ ഈ തോട് പൊട്ടിയാലും എന്ത് ചെയ്യത്തില്ല, ലീക്കേജ് ഉണ്ടാവത്തില്ല. എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഉപ്പിടുന്നത്. ചോറിന്റെ കേസിൽ ഉപ്പിടുന്നതിനാ നമുക്ക് എപ്പോഴും പെട്ടെന്ന് തിളയ്ക്കുക എന്നുള്ളതല്ല അർത്ഥം മക്കളെ. ചോറ് വേവുക എന്നുള്ളതല്ലയോ. നമുക്ക് എപ്പോഴും ടെമ്പറേച്ചർ കൂടുതൽ കിട്ടുമ്പോഴേ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് വേവുക. 100 ഡിഗ്രി സെൽഷ്യസ് തിളച്ചുകൊണ്ടിരുന്ന ഒരു വെള്ളം നമ്മൾ പിന്നെ ടെമ്പറേച്ചർ കൊടുത്താലും അവിടെ എന്തെങ്കിലും ചൂട് കൂടുവോ? അത് ചോദിക്കട്ടെ. ഞാൻ ഒരു പാത്രം വെക്കുന്നു, ഗ്യാസിൽ തിളയ്ക്കുന്നു, ഞാൻ ഓഫ് ആക്കുന്നില്ല, വീണ്ടും അതിന്റെ ടെമ്പറേച്ചർ കൂടുവോ? അതോ കുറയുവോ? അതോ അതുപോലെ ഇരിക്കുവോ? ടെമ്പറേച്ചർ ഒരിക്കലും കൂടത്തില്ല. വെള്ളത്തിന് പിന്നെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കിട്ടത്തില്ല. നിങ്ങൾ കൊടുക്കുന്ന എക്സ്ട്രാ ഹീറ്റർ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന് വേണ്ടി യൂസ് ചെയ്യും. അത് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഒരു വേപ്പർ ആവാൻ വേണ്ടി കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. അവിടെ എന്ത് ചെയ്യത്തില്ല, 100 ഡിഗ്രി സെൽഷ്യസിൽ കൂടത്തില്ല. അവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 100 എന്നുള്ളത് ഒരു 110 105 ഒക്കെ ആയിട്ട് മാറുമ്പോഴത്തേക്ക് അത്രയും കൂടെ ടെമ്പറേച്ചർ എക്സ്ട്രാ എന്ത് കിട്ടുന്നുണ്ട്? വെള്ളത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം ടെമ്പറേച്ചർ കിട്ടുമ്പോൾ അതിനകത്ത് ഇറങ്ങുന്ന അരിയൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് വേവത്തിലൂടെ. കൂടുതൽ ടെമ്പറേച്ചർ കിട്ടിയവർ എന്ത് ചെയ്യും? പെട്ടെന്ന് വേവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപ്പിട്ട് കൊടുക്കുന്ന അരിയുടെ കേസിൽ, മുട്ടയുടെ കേസിൽ ഇതാണ്. അതായത് മുട്ടത്തിലും പറഞ്ഞതാണ്, മുട്ടയും പെട്ടെന്ന് എന്ത് ചെയ്യാം? ബോയിലാക്കാൻ നല്ലതാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എപ്പോഴും. ഓക്കെ, ക്ലിയർ ആണോ? മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ക്ലിയർ ആയോ മക്കൾക്ക്? എങ്കിൽ നാലാമത്തെയും അവസാനത്തെയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. നാലാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ അവസാനത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ശ്രദ്ധിക്കണം. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ ഓസ്മോട്ടിക് പ്രഷർ. ഞാൻ ചോദിക്കട്ടെ മക്കളെ, എന്താണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? സോൾവെന്റിന്റെ ആരുടെ മൂവ്മെന്റ്? സോൾവെന്റിന്റെ മൂവ്മെന്റ്. എവിടുന്ന് എങ്ങോട്ടാ? സോൾവെന്റിന്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് സോൾവെന്റിന്റെ ലോവർ കോൺസെൻട്രേഷനിലോട്ടുള്ള സോൾവെന്റിന്റെ മൂവ്മെന്റ് ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഒരു സെമി പെർമിയബിൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എവിടെയാണോ മക്കളെ സോൾവെന്റ് കൂടുതലുള്ളത് അവിടെ നിന്ന് സോൾവെന്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവെന്റ് കുറവുള്ള സ്ഥലത്തോട്ടുള്ള അവരുടെ ഒരു മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സെമി പെർമിയബിൾ SPM, സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ സാൾട്ട് വാട്ടറും ഇവിടെ ഞാൻ പ്യുവർ വാട്ടറും എടുക്കുകയാണ്. സാൾട്ട് വാട്ടറും പ്യുവർ വാട്ടറും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും മക്കളെ മൂവ് ചെയ്യുന്നത്? സോൾവെന്റ്. ഇവിടെ ആരാ സോൾവെന്റ്? സാർ വാട്ടർ ആണ് സാർ സോൾവെന്റ് അല്ലെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട്? സാൾട്ടും ഉണ്ട്, വാട്ടർ ഉണ്ട്. അതായത് സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഇവിടെ കുറവായിരിക്കും. ഇവിടെ 100% സോൾവെന്റ് ഇല്ല ഇവിടെ. അപ്പൊ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയത് എവിടെ? പ്യുവർ വാട്ടറിൽ നിന്ന് സാൾട്ട് വാട്ടറിലോട്ടുള്ള വാട്ടറിന്റെ അതായത് സോൾവെന്റിന്റെ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ വിളിക്കുന്ന പേരാ എന്ത്? ഓസ്മോസിസ്. എന്താ വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കും. അങ്ങനെ സോൾവെന്റ് പ്യുവർ വാട്ടറിൽ നിന്ന് സാൾട്ട് വാട്ടറിലോട്ട് ഇങ്ങോട്ട് വരത്തില്ലയോടാ. അങ്ങനെയുള്ള ഈ മൂവ്മെന്റിനെ ഞാൻ ബ്ലോക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് ഒപ്പോസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയാ? ഓസ്മോസിസ് നിൽക്കാനായിട്ട് ഞാൻ ഒരു ബ്ലോക്കേജ് ഇവിടെ കൊടുക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് മൂവ് ചെയ്യുന്നുണ്ട്? സോൾവെന്റ് മൂവ് ചെയ്യുന്നുണ്ട്. അതിനെ ബ്ലോക്ക് ചെയ്യാൻ, ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ ഓസ്മോസിസിനെ തടയുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ. ദ പ്രഷർ അറ്റ് വിച്ച് ഓസ്മോസിസ് സ്റ്റോപ്പ്. ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. എന്താണെന്ന് വ്യക്തമായി വിശ്വസിച്ചോട്ടെ.
ഓസ്മോസിസ് എന്താ നിങ്ങൾക്ക് അറിയാം? ഓസ്മോസിസ് എന്താ സാധനം? സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്ന് സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തോട്ടുള്ള മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസ്മോസിസ് എന്നും. ഈ ഓസ്മോസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. യെസ് ഓർ നോ? യെസ് ഓർ നോ? മക്കളെ ഓസ്മോട്ടിക് പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പൈ എന്ന പൈ. ഓസ്മോട്ടിക് പ്രഷർ ക്യാൻ ബി റെപ്രസെന്റ് ആസ് പൈ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇവിടെ എടുക്കുന്നത് വളരെ കോൺസെൻട്രേഷൻ കൂടിയ സാൾട്ട് ആണെങ്കിൽ ഭയങ്കര കൂടുതലാണ്, അത് സോൾവെന്റിന്റെ എമൗണ്ട് കുറവാ, അന്നേരം ഇവിടെ നിന്നുള്ള ഫ്ലോ കൂടുതലായിരിക്കത്തില്ല. ഇവിടെ ആലോചിച്ച് നോക്കുക, ഞാൻ ഇവിടെ എടുക്കുന്ന സാൾട്ട് വാട്ടർ വളരെ കോൺസെൻട്രേഷൻ കൂടിയ ആളാണെങ്കിൽ ഈ പ്യുവർ വാട്ടറിൽ നിന്ന് സോൾവെന്റിന്റെ വര, അതായത് വാട്ടറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കൂടത്തില്ലൂടെ? കൂടുവില്ലയോ? കൂടുവില്ലയോ? സോൾവെന്റ് ഇവിടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സോൾവെന്റിന്റെ എമൗണ്ട് കുറവാ. അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ സോൾവെന്റ് എന്ത് ചെയ്യും? മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരത്തില്ല ഇവിടെ. ദാറ്റ് മീൻസ് അപ്പൊ ഞാൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് കൂടു കുറയൂ? ഇങ്ങോട്ടേക്കുള്ള ഫ്ലോ കൂടുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ത് ചെയ്യണം? കൂടണം. ദാറ്റ് മീൻസ് ഓസ്മോട്ടിക് പ്രഷർ ആർക്ക് പ്രൊപ്പോർഷനല്ല മക്കളെ? കോൺസെൻട്രേഷന് പ്രൊപ്പോർഷനല്ല. ആർക്ക് പ്രൊപ്പോർഷനല്ല? കോൺസെൻട്രേറ്റ്. അതായത് ഒരു ഏതെങ്കിലും ഒരു സൊല്യൂഷനകത്തെ സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ ആരുടെ കോൺസെൻട്രേഷൻ? സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓസ്മോസിസ് കൂടും. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും മക്കളെ? കോൺസെൻട്രേഷൻ ആയിരിക്കും. രണ്ട്, ഞാൻ ചൂടാക്കുകയാണ്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി കൂടത്തില്ല ഇവിടെ? ആരുടെ? സോൾവെന്റിന്റെ. ഇപ്പൊ ഞാൻ ഇവിടെ കൂടുന്ന വെള്ളമാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? വെള്ളത്തിന്റെ ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യത്തില്ലൂടാ. കൈനറ്റിക് എനർജി കൂടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവെന്റിന്റെ മൂവ്മെന്റ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യും. അപ്പോഴും ഞാൻ എക്സെർട്ട് ചെയ്ത പ്രഷർ എന്താ ചെയ്യേണ്ടത്? കൂടത്തില്ലൂടാ. സോ ഓസ്മോട്ടിക് പ്രഷർ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ ആർക്കും പ്രൊപ്പോർഷണൽ ആയിട്ട് വരും മക്കളെ? ടെമ്പറേച്ചറിനും പ്രൊപ്പോർഷണൽ ആയിട്ട് വരത്തില്ലൂടാ? യെസ് ഓർ നോ? കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഓസ്മോസിസ് കൂടുന്നു, ഓസ്മോട്ടിക് പ്രഷറും കൂടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടുന്നു? ഓസ്മോസിസ് കൂടുന്നു. അപ്പോഴും എന്ത് കൂടുന്നു? ഓസ്മോട്ടിക് പ്രഷർ കൂടുന്നു. ദാറ്റ് മീൻസ് ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി ആൻഡ് ടി യിലൂടെ. പ്രൊപ്പോർഷണാലിറ്റി മാനം ഉണ്ടായ മക്കളെ? പ്രൊപ്പോർഷണാലിറ്റി മാനം എന്താ പഠിച്ചിട്ടുള്ളത്? കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ. ഇവിടെ ഇപ്പൊ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ എങ്ങനെ വരും? പൈ ഇസ് ഈക്വൽ ടു സി ആർ ടി. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് തന്നെയാണ്. സോ പൈ ഇസ് ഈക്വൽ ടു സി ആർ ടി. ദ കോൺസ്റ്റന്റ് ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിനെ തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ചോദിച്ചോ? ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ. കൈനറ്റിക് എനർജി കൂടും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സോൾവെന്റ് മോളിക്യൂൾസിന് എന്ത് കൂടുന്നുണ്ട്? കൈനറ്റിക് എനർജി കൂടുകയും അവർ സെമിപ്യൂൾ മെമ്പറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സ്പീഡ് കൂടത്തില്ലൂടാ. സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഒപ്പോസ് ചെയ്യേണ്ട പ്രഷർ എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി കൂടിയേ പറ്റൂ, എന്നാലേ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓസ്മോട്ടിക് പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ മക്കളെ? അതോടാ ആണേ. അപ്പൊ എന്താ? ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഈക്വൽ ടു സി ആർ ടി എന്ന് വന്നില്ലൂടാ. ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഈക്വൽ ടു സി ആർ ടി എന്ന് വരുന്നു. സോ പൈ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? കോൺസെൻട്രേഷൻ നമ്മൾ കറക്റ്റാ പറഞ്ഞോ? മൊളാരിറ്റിയിലൂടെ. എന്താ മൊളാരിറ്റി എന്ന് പറയുന്നത്? സർ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ അല്ലയോ? വോളിയം ഇൻ ലിറ്റർ ഈക്വൽ ടു എൻ ബി ആർ ടി ബൈ വി എന്ന് എഴുതിക്കൂടെ? എന്താ എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ബി ഡിവൈഡ് ബൈ എം ബി. അപ്പൊ ഏത് വരും? സർ, പൈ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി വി ഇൻറ്റു ആർ ടി. നിങ്ങൾ തന്നെ ഡിറൈവ് ചെയ്തെടുത്തിട്ടേ എളുപ്പമാണ്. സാധനം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഇതെല്ലാം ഓർമ്മയിലേക്ക് ഇരിക്കാം. നിങ്ങൾക്ക് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഓസ്മോട്ടിക് പ്രഷർ പൈ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു വോളിയം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ?
ഓക്കെ ആണോ മക്കളെ? സംശയം ഇതിലുണ്ടോ? അപ്പൊ അങ്ങനെ ഓസ്മോട്ടിക് പ്രഷറും പഠിച്ചിട്ടുണ്ട് നമ്മള്. നാലാമത്തെയും അവസാനത്തെയും കൊള്ളിക്കേറ്റീവ് പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എന്നോട് പറയണോ? എന്താ പറയുന്നത്? ഓസ്മോസ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. സോൾവെന്റ് മോളിക്യൂൾ അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്നു ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറിൻ. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓസ്മോസിസ് എന്നും. അതിനെ ഒപ്പോസ് ചെയ്യുന്ന, സ്റ്റോപ്പ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്നും. ഈ ഓസ്മോട്ടിക് പ്രഷർ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കണേ. 10 മിനിറ്റ് ബ്രേക്ക് ആണ്. 10 മിനിറ്റ്.